C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല, ഒരു ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ എത്ര നിസ്സാരമായിട്ടാ സംഗതി നടപ്പാക്കിയത്. ഇതൊക്കെ നിസ്സാര കേസല്ലടാ. അതെ പയ്യമ്മ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. എന്തത്? ഇപ്പൊ ഈ സമയങ്ങളിൽ എനിക്ക് ഫീൽഡ് വർക്കാണ്. ഒരു 4 ദിവസത്തെ വർക്ക് അങ്ങോട്ട് ചടപടേന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാല് ബാക്കി 2 ദിവസം കൂടെ വീട്ടിലിരിക്കാം. ദേവികയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് ലീവ് എടുപ്പിക്കാം. അപ്പൊ അവൾക്ക് ഇപ്പൊ അവിടെ അത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും അല്ലല്ലോ. അല്ല, അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വേറെ ഒന്നുമില്ല. ശരി. അല്ല അതിപ്പോ നിങ്ങളുടെ ഇഷ്ടം എന്തിലായിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ നജീബിനെ, ഈ ജ്വല്ലറി ഉടമ നജീബിനെ റെയ്ഡിന്ന് രക്ഷപ്പെടുത്തിയൊരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ കേക്കട്ട കഥയത്. അതായത് അന്ന് ഈ നജീബ് ഓടിക്കൊണ്ട് വരിക. നജീബിന്റെ ഈ റെയ്ഡിന്ന് ഞങ്ങള് രക്ഷപ്പെടുത്തിയൊരു കഥയെ പറയണത്. അപ്പൊ അന്ന് നജീബ് കാര്യം പറഞ്ഞു. അതായത് അതെ, സമയം ഒരുപാട് വൈകി. ഇപ്പൊ തന്നെ ഇറങ്ങേണ്ട സമയം വൈകി കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കഥ നമുക്ക് ഓഫീസ് വിട്ടു വന്നിട്ട് കേൾക്കാം. ഓ ശരി, ഇപ്പൊ നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയല്ലാതെ ഇതൊരു ത്രില്ലിംഗ് കഥയല്ലേ? അതാണ്. അപ്പൊ തുടക്കം മുതൽ കേട്ടില്ലെങ്കിൽ അതിന്റെ രസം പോകും. അത് ശരിയാ, ബ്രേക്ക് വരാൻ പാടില്ല. അത് കേൾക്കേണ്ട കഥയത് ഞാൻ പറഞ്ഞുതരാത്. മാത്രല്ല പങ്ക്യാമ പറഞ്ഞിട്ടെ കേൾക്കണേ. ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞാൻ ഇറക്കിയാലോ? എന്നായിക്കോട്ടെ, എന്നാ പോയിക്കോ. ശരി ശരി. ഇപ്പോ അളിയൻ കഥ പറയുമ്പോ ഞാൻ അളിയനെ ഒഴിവാക്കണ മാതിരി ഇവന്നെ ഒഴിവാക്കിയതാണോ? ഏയ് ഒന്നുമില്ല. എന്താ ഈ നീ എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്റെ മുമ്പ് കൂടെ അമ്മ വന്നത്. ആണോ? എന്നെ നോക്കും കൂടെ ചെയ്തു. ഉറക്കപ്പിച്ചില്ലട അമ്മ. അതാ ഞാൻ കണ്ടില്ല. എന്നിട്ട് നീ വെള്ളം കുടിച്ചാ? വെള്ളം കുടിച്ചില്ല. അല്ല, വെള്ളം കുടിച്ചു. അമ്മ എങ്ങട്ടാ വെള്ളം കുടിക്കാനല്ലേ? വെള്ളം എടുക്കണം. അയ്യോ വേണ്ട, വെറുതെ എന്തിനാ? കൊള്ളാമേ, സുന്ദരിയായിട്ടുണ്ട്. സത്യം? അത്രയ്ക്കൊന്നുമില്ല. അല്ലേലും നീ അച്ഛന്റെ കൂട്ടാണല്ലോ. അമ്മേ, എന്നെ കൂടി കൊണ്ടുപോവോ? എവിടെ? ഓഫീസില്. അമ്പടാ, അതിന് വേണ്ടിട്ടല്ലേ നീ എന്നെ ഇപ്പൊ പൊക്കി പറഞ്ഞത്? കള്ള. അവിടെ കുഞ്ഞുങ്ങളെ കേട്ടത്തില്ല. അതെന്താ? അവിടുത്തെ സാറുണ്ട്, സാറ് സമ്മതിക്കത്തില്ല. പിള്ളേരെ വെളിയിൽ നിർത്തും ഓഫീസിന്റെ. പട്ടിനെ കണ്ടോന്നല്ല. എന്ത്? അല്ല, ഒരു വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഈ പോണേ. കുറെ കഴിയുമ്പോ അങ്ങനെ കണ്ടായിക്കോളും. എടാ, അത് ആദ്യമായിട്ട് പോവാണ്, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് നീ തന്നെ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല അമ്മ. ഇനിയിപ്പോ ആ പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പങ്കാൻ വെറുതെ പങ്കാൻ നോക്കോട്ടെ. ഞാൻ എന്തിനാ പോണേ? എനിക്ക് വയ്യ. സീതാലക്ഷ്മി, നീ ആ ഷർട്ടും കെട്, ഞാൻ കൂടെ പോവാം. അച്ഛൻ എന്തിന്റെ കേടാണ്? എന്തിനാ അച്ഛൻ പോണത്? പങ്കാൻ അവിടെ നിൽക്കല്ലേ? അല്ല, അതുകൊണ്ടല്ല. അല്ലെങ്കിലും അളിയൻ പോയാൽ ശരിയാവില്ല. ഒരു പെണ്ണ് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ച് കെട്ടി ഒരുങ്ങി അളിയൻ എന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ അത് വേണ്ട. ഞാൻ പോയിക്കോളാം. അല്ല പിന്നെ അല്ലെങ്കിൽ എണീറ്റിട്ട് പല്ല് വെച്ചിട്ടും കൂടി ഇല്ല. ആളാണ് ഇപ്പൊ പുറത്തേക്ക് പോകാൻ നിക്കണം. എന്നിട്ട് എവിടെ ആളെ കാണാനില്ലല്ലോ? ദേവികേ മോളെ, എന്തോ ഇറങ്ങാൻ സമയായിട്ടാ. വരുന്നു അമ്മേ. വരും. വരട്ടെ. ഓട്ടോറിക്ഷക്കാരനെ. അപ്പൊ ഞാൻ അനന്തൻ ഇറങ്ങിക്കോ. അങ്ങനെ ആവട്ടെ. ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ
എന്ത് പറഞ്ഞു? അവര് പോകുമ്പോ പുറകെ പോയി നോക്കണമെന്ന്. ആരുടെ കാര്യോട് നീ പറയണ? ദേവകേശി മങ്കിയമ്മാനും പോയെന്ന്. എങ്ങാട് പോയിന്ന്? പക്ഷെ അത് നോക്കാനല്ലേ ഞാൻ പറഞ്ഞേ. എടി അവര് ഓഫീസിൽ വല്ലതും പോയായിരിക്കും. നീ നിന്റെ പാട് നോക്കിപ്പോ ചെല്ലി. അവര് ഓഫീസിലൊന്നും പോയതല്ല, എനിക്ക് ഉറപ്പാ. ഇനി അവരെങ്ങാട് പോയിന്നാ നീ പറയണ? അതല്ല, ഇന്ന് ചെന്ന് നോക്കുന്ന പിടിക്ക്. എടി ഞാൻ പല്ല് തേക്കട്ടെ. പല്ലൊക്കെ പിന്നെ തേക്കാം. എടി ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് പോകാന്ന്. വീട്ടിൽ ചെല്ല, ഇത് നിക്കണ്ട്, തുടച്ചിട്ട് പോ. എന്ത് നിന്നെക്കൊരു കാര്യം. ആൾക്കാർക്ക് നേരം വെളുത്തപ്പോ തന്നെ ഓരോ പണിയുണ്ടല്ലോ. ഒന്ന് കഴിക്കട്ടെ. അവര് പോകുന്ന അമ്പിളിക്ക. എന്റെ പൊന്നോ. സ്പീഡിൽ പോണേ, സ്പീഡിൽ പോണെന്ന്. നീ ഇത് പിടിച്ച് അങ്ങോട്ട് പോവാ. അതെ, ഒരു ഗവേഷണം ഉണ്ട് അച്ഛൻ രാവിലെ. ഗവേഷണോ? ആ, എന്താ ഗവേഷണോ? അതെ, ഒരു പുതിയ കേബിളും പഴയ കേബിളും കൂടി ചെറ്റിപ്പണം ഞങ്ങളുടെ കയറി പോണേന്നൊന്ന് അത്യാവശ്യമായിട്ട് അറിയണം. കസ്റ്റമർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണം. എന്താ? പഴയ കേബിളും പുതിയ കേബിളും കൂടി ചിറ്റിപ്പണം ഞങ്ങളുടെ കയറി പോയെന്ന് നോക്കണമെന്ന്. അല്ലെ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാവും. ആ, അല്ല അച്ഛൻ ഇവിടെ ഇരുന്ന സ്കൂട്ടർ എന്ത് ചെയ്യണ്ട? നോക്കടാ. ആ ഹാ ഹാ. പിന്നെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ നജീബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലൊക്കെ നിങ്ങക്ക് കഴിയാവുന്ന കൊടുത്താൽ സന്തോഷം. മുതലാളിമാര് കണ്ടറിഞ്ഞു കൊടുത്താൽ. മുതലാളിമാരൊക്കെ കണ്ടറിഞ്ഞ് കൊടുക്കൂ. പക്ഷെ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ നജീബിനോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ ശരിയാക്കാം. അല്ലെ, ഈ പോയി ഒരാളൊരു ചെലവൊക്കെ ഉണ്ടല്ലോ. ആ, അതൊക്കെ നമുക്ക് നോക്കാന്ന്. കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴെ ഷോപ്പില് ഷിജുനെ അറിയില്ലേ? ഷിജുനെ കണ്ടാ മതി. അതെ അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യല്ലേ? അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ശരി സാർ. ഒരു മിനിറ്റ്, ഈ വള ഇവിടുന്ന് മേടിച്ചാണോ നമ്മുടെ ഷോപ്പിൽ നിന്ന്? ഈ വളയോ? അല്ല, ഇത് മൂവാറ്റുപുഴന്ന് വാങ്ങിച്ചതാ. ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാ വരുന്നത്. ഈ ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. ഇത് പഴയ ഡിസൈനാ. എന്റെ അമ്മയുടെ 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 വളയത്. ഇത് തലമുറ മാറി മാറി ഇപ്പം എന്റെ കയ്യിലാ. പിന്നെ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ, ഷിജുനായിട്ട് സംസാരിക്കാം. ഓ ശരി സാർ. ശരി ശരി. നജീബ് ഇപ്പൊ 1 നാളായിട്ട് വരുമോ? ഇല്ലില്ല, നജീബ് ഞാൻ വിളിക്കുമ്പോ ആയിക്കോട്ടെ, പറഞ്ഞാ മതി. ഓ ആയിക്കോട്ടെ, ശരി ശരി. ഞാൻ കണ്ടില്ലല്ലോ. നീ എങ്ങനെ കാണാനാണ്? ഞാൻ ദൂരം വിളിച്ച് നിനക്കതിന് ചെവിയില്ലല്ലോ. ഞാൻ വിശന്നിട്ട് ഒരു ചപ്പാത്തി എടുത്ത് തിന്നാണ്. അത് കഴിച്ചോ? പക്ഷെ പോയ കാര്യം എന്തായിരുന്നു പറ. ആ, പോയ കാര്യമൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പോയ കാര്യം ചീറ്റിപ്പോയി. ഇതാണ് അമ്പിളിക്കാൻ ഒരു കാര്യത്തിന് കേട്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. എടി, എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ നമ്മുടെ വണ്ടി എടുത്ത് സ്പീഡിൽ പോയി അവരെ ഞാൻ കണ്ട് മുട്ടിയില്ലെന്നായപ്പോ നമ്മുടെ കൈതച്ചക്കട തോട്ടമില്ലേ, അവിടെ വളഞ്ഞങ്ങാടി ചെല്ലുമ്പോ തന്നെ ഒരു പകയൻ വണ്ടിക്ക് കൈകാടി ദേ കിടക്കണം. ഞാനതങ്ങനെ ഇറങ്ങി വന്നത് എന്താന്ന് ചോദിക്കാൻ. ഇല്ല, അത് ഞാൻ വിളിച്ചതല്ല. കൈ തട്ടി വന്നായിരിക്കുള്ളൂ, ശ്രദ്ധിക്കാതെ. കയ്യബദ്ധം പിന്നി അല്ലേ? നിന്റെ കയ്യബദ്ധത്തിന് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അല്ല, അമ്മ പുറത്തോട്ട് എങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് എന്നിട്ട് എപ്പോ വന്ന്? ഞാൻ എപ്പോ വന്ന് കിടക്കണതാ മോളില്. മോളിൽ കിടന്ന് ഉറങ്ങിയായിരുന്ന? ഉറങ്ങിപ്പോയി. അല്ല, ചായ എന്തോ തരാൻ വേണ്ടി ഷാഹിനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന് പറയണ്ടായി. പങ്കാമ ഉറങ്ങി. ശരി. വെല്ലോടത്തും കിടന്നുറങ്ങണ പാവപ്പെട്ടവനെ കുറിച്ചാണ് അവൾ അപവാദം പറയുണ്ടാക്കണ. എന്താ നിന്നൊക്കെ ചെയ്യണ്ടേന്ന് അറിയാമോ? സോറി. എന്ത് സോറി? ഇന്നങ്ങോട്ട് വളഞ്ഞു കുത്തിയാ മതിയല്ലേ? തണ്ടില്ലേ, അതും വെച്ചിട്ട് പടക്കം ഉണ്ടാക്കി തന്നു. ആണോ? നല്ല രസമായിരുന്നു. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. അയ്യോ, പോണ്ട, ഇപ്പൊ പോണ്ട. പിന്നെ എടുക്കാം കേട്ടാ. പിന്നെ ഉച്ചയ്ക്ക് ആരാ ഭക്ഷണം തന്നെ? ഷാഹിനേന്റി.
ഷാഹിനാന്റിയാ. നിനക്കോ? എനിക്ക് ആയിരത്തന്ന്. വാരിത്തന്ന ഷാഹിനാന്റി ഇഷ്ടായ? ഇഷ്ടായ? ഇനി അച്ഛന് വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് മുത്തശ്ശന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തൊക്കെ ചെന്നിട്ടേ നന്നായിട്ട് വർത്തമാനം പറയണം. അപ്പൊ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാവും. നല്ല ഇഷ്ടമായി കഴിയുമ്പോ മക്കൾ ഇവിടെ തന്നെ നിന്നോ, ഇവിടുന്ന് എവിടേക്കും പോണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നിക്കാം. ഇനി അച്ഛൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടു. എന്താവും? കാറ് ലോറി ഒന്നല്ല. എന്താ പറ? എന്താന്ന് പറ. ആലോചിച്ച് പറ. കപ്പലണ്ടി എന്നല്ല. ആ ബാഗ് ഇട്. കപ്പലണ്ടി. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെ ഇരിക്കും. ഇന്നാ നീ നേരിരുന്നോ? അതിനെ പണി. ചോക്ലേറ്റ് ഇഷ്ടല്ലേ? അമ്മയ്ക്ക് കൊടുക്കണ്ടേ അച്ഛാ? അമ്മയ്ക്ക് കൊടുക്കാം. പിന്നെ മക്കളെ, അച്ഛനിങ്ങനെ മിഠായി വാങ്ങിച്ചു കൊണ്ട തന്നോന്നും ആരോടും പറയരുത് കേട്ടാ. അങ്ങനെ പറഞ്ഞു തുടങ്ങ് ട്ടാ. കപ്പലണ്ടിയാ ഇതിനകത്താ? എന്നാ പിന്നെ കപ്പലണ്ടി വാങ്ങിയ പോലെ ആയിരുന്നില്ലേ? ചായ വെച്ചോ? അതറിയാൻ വേണ്ടി വന്നതാ മോള്. ഓ ദേഷ്യപ്പെടണ്ട. ചായയെ എനിക്ക് തരണ്ട, എന്താണ് കൊടുത്താ മതി. അനന്ത് വന്നാ? കേറി വരുന്ന ഉണ്ടായിരുന്നു. ആവട്ടെ. അമ്മേ നന്നായിട്ട് ചായ ഉണ്ടാക്കുമല്ലേ? ചായ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. അനന്ത സാറിന് ഞാൻ ചായ കൊണ്ട് കൊടുക്കട്ടെ? അയ്യോ അത് വേണ്ട. അന്തേട്ടനെ വേറെ പെണ്ണുങ്ങൾ ചായ കൊടുക്കുന്ന ഇഷ്ടാവില്ല. അതെന്താന്നറിയോ ഷാഹിന, ഇന്ന് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായേ. ഏത് ഓഫീസില്? ഈ സർവേയുടെ ഓഫീസില്. അതിന് ചേച്ചി എന്തിനാ തത്തി കളിക്കുന്നേ? ഓഫീസിലേക്ക് തന്നെ പോയത്. അയ്യോ ഓഫീസിലേക്ക് തന്നെയാ. ഈ രാവിലെ മുതൽ സർവേ 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 എന്ന് പറഞ്ഞു പെട്ടെന്ന് സർവേ ഓഫീസിൽ നിന്ന് കിട്ടിയില്ലേ. സംശയം ഉണ്ടെങ്കിൽ അനന്ത സാറിനോട് ചോദിച്ചോ. എനിക്ക് സംശയമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചല്ലേ. അല്ല ഞാൻ പറഞ്ഞല്ലോ, അനന്ത സാർ എന്നോട് വഴക്കുണ്ടാക്കിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഇപ്പൊ ഈ ചായ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആ വഴക്കങ്ങ് കോംപ്രമൈസ് ആവും. എന്നാ കൊടുത്തു ചേച്ചി? ഒരു സബോർഡിനേറ്റിന്റെ വിഷമം മൂക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. ശരി ശരി കൊടുത്തോ. താങ്ക് യു. മധുരം ഇട്ടായിരുന്നോ? ഇട്ടതാ. ഗ്ലാസ് പിടിക്കാൻ നോക്കണേ, ചൂട്. നിർത്തിയാക്കട്ടെ? ശരി, ഞാൻ കൊണ്ടുവന്ന് സോപ്പിട്ട് നോക്കട്ടെ കേട്ടോ. ഓഫീസിലേക്ക് തന്നെ ആയിരിക്കും പോയത്. ആയിരിക്കും. വെറുതെ സംശയിക്കണ്ടായിരുന്നു. കുറച്ചാളായില്ലേ ഞാൻ വന്നിട്ട്, അതാ കാണാനുള്ളത്. സാറേ നമസ്കാരം. ഇങ്ങനൊക്കെ ഇരുന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കണം. പ്രായമൊക്കെ ഒരുപാട് ആയിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കല്യാണം കഴിച്ചാൽ മതി. പറ്റിയ കൊണ്ടുപോവാ. ആഹാ, ഇപ്പൊ അങ്ങനെയായ? ഇതുവരെ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ട് എന്നാ പിന്നെ വേണ്ട. അയ്യോ അത് സൂപ്പർ
പെമ്പിള്ളേർ എന്റെ ഉണ്ട്. ആണോ? മണി പോലെ കണ്ട് സർക്കാർ ഉദ്യോഗസ്ഥ. അത് കൊള്ളാം. ഉറപ്പിക്കാം. അല്ല, പക്ഷെ അതിന് വേറെ പ്രശ്നമുണ്ട്. എന്ത്? എന്റെ മൂക്ക് ശരിയില്ല, ഒരു മൂക്കറാച്ചി മാതിരി. എന്നാ നോക്കാം. ആ, വേറെ നോക്ക്. ഇത് കൊള്ളാം. അപ്പൊ ഇതങ്ങ് ഉറപ്പിക്കാം. അല്ല, പക്ഷെ അതിന് വേറൊരു പ്രശ്നമുണ്ട്, മുടിയില്ല. മുടി കുറവാണെങ്കിൽ നമുക്ക് മുടി വെക്കാമല്ലോ. ഇനി ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മുടി വെക്കാൻ വേണ്ടി. പിന്നെ ഇത് ഏയ് അതൊന്നും നല്ലത്. എടോ ബിജു PC, തനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? അവൻ വെറുതെ പറയണേ, അവൻ കല്യാണം ഒന്നും കഴിക്കാൻ പോണില്ല. ഇതിപ്പോ താൻ കാണിക്കുമ്പോ പഴയ കാലത്ത് സ്കൂളിൽ ഇങ്ങനെ താജ്മഹൽ കാണിക്കാൻ ആൾക്കാർ വന്നിരുന്നു, അതേപോലെ കണ്ടോണ്ടിരിക്കുക. അവൻ അതൊന്നും നടക്കില്ല. ഇതിപ്പോ ഓരോ ദിവസം എന്നെ കൊണ്ട് ഇങ്ങനെ നടത്തിച്ചിട്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അല്ല, അതിപ്പോ അവനല്ലേ വേണ്ടാത്തുള്ളൂ, വേറെ ആൾക്കാരുണ്ട് ഇവിടെ. ബിജു PC, അപ്പുണ്ണിക്ക് പറ്റിയ വല്ല പെമ്പിള്ളേർ വല്ലതും ഉണ്ടോ? നടക്കുന്ന കാര്യം ഉണ്ടോ ആലോചിക്ക്. അപ്പുണ്ണിക്ക് പറ്റിയ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അപ്പുണ്ണിക്ക് ഇഷ്ടപ്പെടേണ്ടത്. നീ എന്ന് അപ്പുണ്ണി വിളിച്ചോണ്ട് പോവാ. അവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് അടഞ്ഞു നിൽക്കില്ലയോ? പിന്നെ ഇവിടെ നടക്കുന്ന ആലോചനയൊന്നും അവനറിയണ്ട. നീ പോയി വിളിച്ചോണ്ട് പോവാ. അത് നടക്കും. അല്ല, സൂപ്പർ പെമ്പിള്ളേർ. ഇതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു തരാവോ നിങ്ങൾ? ഉറപ്പിക്കാം. നോക്കാം. താമരപ്പെണ്ണെ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, താളം തുള്ളാൻ വാ, കുട്ടനാടി കുട്ടമ്പുരാട്ടി പാട്ട് പാടാൻ വാ. ചക്കരക്കുട്ടി നീ കൂടെ വന്ന മാങ്ങ പറിച്ചു തരാം, നല്ല മാങ്ങ പറിച്ചു തരാം. നന്ദിനി ഉണങ്ങിയല്ലേ കഴിക്കാറ്? പിന്നെന്താ സേവനമാരാ? അതേ, ഈ പറമ്പിൽ മുഴുവൻ ഇല തൊഴിഞ്ഞ് കിടക്കണേ. അപ്പൊ ഞാനതൊക്കെ ഒന്ന് കൂട്ടിട്ട് തീ കത്തിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പാമ്പ് വരും. ശരിയാ പുണ്യേട്ടാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതല്ലേ. നീ നടക്കണ മാത്രല്ല, നന്ദിനി രമണിനെ ഞാൻ കൊണ്ട് നടത്തണ സ്ഥലാ. അപ്പൊ അവരുടെ പാമ്പ് പിടിച്ചാലോ? പുണ്യേട്ടാ, ദേവി ചേച്ചി എവിടെ? അവിടെ എവിടെയുണ്ട്. എന്തൊരു ഇഷ്ടക്കേട്? ഇഷ്ടക്കേടൊന്നുമില്ല, ഇത്തിരി ഗമ കൂടുതലുണ്ടോന്നൊരു തോന്നലുണ്ട്. പുണ്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പോയി ചോദിക്കും. എന്തിന്? ഒന്നും പറഞ്ഞില്ല. അതെ, സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, അതിന്റെ കുറച്ച് ഹൂങ്കുണ്ടോന്ന് തോന്നുന്നുണ്ട്. എന്റെ അപ്പുണ്ണിയേട്ടാ, അതൊക്കെ ചെലപ്പോ ഉണ്ടാവും. നമ്മുടെ ആനന്ദേട്ടൻ തന്നെ എങ്ങനെയായിരുന്നു? പാട്ടും കളിയായിട്ട് ചിരിച്ചളിച്ച് നടന്ന ആളല്ലേ. ഉദ്യോഗം അങ്ങോട്ട് കിട്ടി, എന്തോ പ്രസിഡന്റിന്റെ പദവി പോലെ ഏറെ പിടിച്ചല്ലേ ഇപ്പൊ നടക്കണ്. ആക്കെ ഉണ്ടാവും, സാരില്ല. അതെ, ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ നാളെ കൃഷിഭവനിൽ പോയി, അവിടെ വാഴത്തൈ കൊടുക്കേണ്ടവരുണ്ട്. ഓ, അവിടുത്തെ അവിടെ അഹങ്കാരം. വാഴത്തൈക്ക് അഹങ്കാരോ? വാഴത്തൈക്കല്ല, അവിടുത്തെ ജീവനക്കാർക്ക്. അവരുടെ വീട്ടിൽ നട്ടു വളർത്തിയിട്ട് നമുക്ക് തരുന്ന വാഴത്തൈ പോലെയാ സർക്കാർ കൊടുക്കണല്ലേ. നിനക്കുണ്ടാവും ഇത്. എനിക്കെന്തിനാ? അത് നിനക്കും സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടാനല്ലേ നീ മോഹിക്കണേ. അപ്പൊ നീയോ അഹങ്കാരിയാവും. എനിക്കങ്ങനെ അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. അതെ, അമ്മയ്ക്ക് ഭയങ്കര കാര്യട്ടോ ദേവി ചേച്ചിയെ. അടുക്കളയിൽ ഭയങ്കര സഹായ. വലിയ സംഭവമായി പോയി. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ കൊറേ സഹായിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും കാണാനും പറയാനും ഒന്നും ആളില്ല. ഞാൻ പറയാറുണ്ട്. എപ്പോ പറയാറുണ്ട്? ഞാൻ ഒരുപാട് പറഞ്ഞു. നീ ഇനിയും വീട്ടിൽ വരണട്ടോ, അമ്മയെ കൂടുതൽ സഹായിക്കണം. ഈ അപ്പുണ്ണിയുടെ വല്ല പ്രാന്തുണ്ടാ? എന്ത്? ഞാൻ ആ വീട്ടിലെ പണിയെടുക്കണം, ഈ വീട്ടിലെ പണിയെടുക്കണം. അവിടെ രണ്ട് പെണ്ണുങ്ങൾ വന്നില്ലേ, അവര് ചെയ്യട്ടെ ഇനി. അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ ഈ പണി മുഴുവൻ എടുക്കണം. കാണേണ്ടവരൊന്നും കാണുകയില്ല, മനസ്സിലാക്കുകയില്ല. ആര് പറഞ്ഞു? ദൈവം എല്ലാം കാണുന്നുണ്ട് കുമാരി. അതെ, നീ ഇനി വീട്ടിൽ വരണം, അമ്മയെ കൂടുതൽ സഹായിക്കണം. അപ്പൊ അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടം കൂടും. അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാവുന്നു. എന്തിനാ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാവണേ? അതൊക്കെ ഉണ്ട്. എന്താ? ഷായന, അപ്പുണ്ണേട്ടാ, ഇതെന്താ പണി? ഇതേ നമ്മുടെ കുഞ്ചുനും മാളൂനെ ബാറ്റ് ഉണ്ടാക്കുക ക്രിക്കറ്റ് കളിക്കാൻ. അവര് ക്രിക്കറ്റ് കളിക്കുവോ? പിന്നെ കളിക്കുവാന്ന്. മട്ടലെടുത്തിട്ടാ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കണേ? അതറിയില്ല അപ്പുണ്ണേട്ടന്. എന്റെ കുഞ്ഞുനാളിലൊക്കെ ഇത് വെച്ചിട്ട് ബാറ്റ് ഉണ്ടാക്കിയാ കളിച്ചോണ്ടിരുന്നേ. നീ ക്രിക്കറ്റ് കളിക്കായിരുന്നോ? ഞാൻ കളിക്കും. ആണോ? എനിക്ക് വലുതാവുമ്പോഴേ മിതാലിനെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആരാ മിതാലി? മിതാലിനെ അറിയില്ല അപ്പുണ്ണേട്ടന്? ഇല്ല. അയ്യോ,
നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഗാംഗുലി മാറിയാ? ഗാംഗുലി ഒക്കെ റിട്ടയർഡ് ആയിട്ട് എത്രയായി അപ്പുണ്ണിയേട്ടാ? ആണോ? അത് ആണുങ്ങളുടെ ടീമല്ലേ, ഇത് പെണ്ണുങ്ങളുടെയാ. ആണോ? എനിക്ക് ഗാംഗുലി വരെ അറിയുള്ളൂ. അപ്പൊ പെണ്ണുങ്ങള് ക്രിക്കറ്റ് കളിക്കുവോ? പിന്നെ കളിക്കില്ലേ? നീ കളിക്കാൻ പോണ്ട? ഞാൻ കളിക്കാൻ പോവാ. അപ്പൊ ആമ്പിളിക്ക സമ്മതിക്കുവോ? അമ്പിളിക്ക് എന്താ സമ്മതിക്കാത്തെ? സമ്മതിക്കൂലേ? അപ്പുണ്ണിയേട്ടാ വരുന്നുണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ? ക്രിക്കറ്റ് കളിക്കാനോ? ഏയ് ഞാനില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ പഠിപ്പിച്ചു തരാന്ന്. അതെ, നീ അവിടെ ഇരുന്നേ. എന്താ അപ്പുണ്ണിയേട്ടാ? അവിടെ ഇരിക്ക്. എന്തിനാ ഇരിക്കണേ? ഒന്നിരിക്കുന്നു. അയ്യോ, ഇത് കൊടുക്കണേ എനിക്ക്. അവിടെ ഇരിക്ക, ഒരു കാര്യം ചോദിക്കണ്ടേ? അതെ, കുമാരി എന്തെങ്കിലും പറഞ്ഞോ ഷാഹിനോട്? എന്നോട് എന്ത് പറയാൻ? ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ? ഇന്നലെ പറഞ്ഞു. എന്താ പറഞ്ഞേ? പാലിന് തീരെ കൊഴുപ്പില്ലാന്ന്. അപ്പുണ്ണിയുടെ വെള്ളം ചേർക്കുന്നുണ്ടോ? അതൊന്നല്ല. പിന്നെ ആരാ ഞാൻ പാലിൽ വെള്ളം ചേർക്കണമെന്നൊക്കെ പറഞ്ഞേ? അപ്പുണ്ണിയാണല്ലോ ആരാ പശുവിന്റെ അടുത്ത് പോവാറ്. ഞാൻ പാല് വെള്ളം ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ പിണ്ണാക്ക എന്താ ഒറ്റയ്ക്ക്? ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ ഇവിടുന്ന് എങ്ങടെയും പോവാ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആരൊക്കെ ഇപ്പൊ ഈ വീട്ടുകാര് വന്നു കേറിയവരാരൊക്കെയാണ്? ഇനിയിപ്പോ ആരൊക്കെ കേറി വരും? എന്തെനിക്ക് ആലോചിച്ചിട്ട് ഉറക്കം കിട്ടാനില്ല എനിക്ക്. നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കണം എന്തിനാന്ന്? ആലോചിക്കാതിരുന്നായി നല്ല ഉറക്കം കിട്ടും. എന്റെ പെങ്ങളെ മക്കൾക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറഞ്ഞ് നിക്കാറയാ, അതൊരു ഗുണം തന്നെയാ അത്. വരുന്നു. എന്താണ്? അങ്ങോട്ട് വരട്ടെ. ഒന്നോ എന്താ അമ്മാനും മരുമോനോട് ഒരു സ്വകാര്യം പറച്ചില്? ഇവിടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാ കുട്ടി. കുട്ടികളെന്തേ? ഷാഹിനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ടാ? നോക്കിക്കോട്ടാ. ഏട്ടാ, ഷാഹിനെ പിന്നെ ഒരു സംശയം പോലെ ചോദിച്ചു, ഏട്ടന്റെ ഓഫീസിലേക്ക് അല്ലേ വന്നതെന്ന്. അതെന്താന്ന് എനിക്കറിയില്ല. ഇവൾക്ക് ഇവളുടെ കാര്യം നോക്കിയാ പോരെ, എന്തിനീ മറ്റുള്ള ആളുകളുടെ കാര്യം അന്വേഷിക്കാൻ നടക്കണ ഇവള്? ഇത് എന്താണ് ഭംഗിയാവാ? ആ പെണ്ണ് വല്ല CID ഏജന്റ് ആയിട്ടാണോ? സകല കാര്യം അറിയാലോ. അതേന്ന് ഒരു ഈച്ച പോലും അറിയാതെ വാങ്ങിച്ചാണ് ഞാൻ ഇവളുടെ കയ്യിൽ കിടക്കുന്നത് ഈ വള. അതിന്റെ അളവും തൂക്കൊക്കെ ചോദിച്ചോണ്ട് വന്നിരിക്കണമെന്ന്. ഇതെങ്ങനെ സംഭവിക്കണത്? എനിക്ക് തോന്നതേ ഇതിന്റെ പുറകില് നമ്മുടെ അമ്പിളിയാന്നാ. അമ്പിളിയാ? അന്ന് ഞങ്ങള് ജ്വല്ലറിയിലേക്ക് വന്നില്ലടാ. അപ്പൊ നിന്നെ കാണുന്നതിന് മുമ്പ് ഓട്ടോറിക്ഷയുടെ പുറകില് നമ്മുടെ സ്കൂട്ടറായിട്ട് അമ്പിളി ഇങ്ങനെ ഫോളോ ചെയ്യണ ഞാൻ കണ്ടു. അല്ല, അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല, ഞാനത് പിന്നെ കണ്ടൂല കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ എന്തൊക്കെയോ ഒരു ചില സംശയങ്ങളും എനിക്കും ഇല്ലായികയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് അവനോട് കാര്യം എന്താന്ന് ചോദിച്ചു പോരായിരുന്നോ? അന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ലാന്ന്. ഞാൻ കുമാരിയോട് ചോദിച്ചായിരുന്നു. എന്ത് ചോദിച്ചു? നീ പറഞ്ഞ വളയുടെ കാര്യം. ചേച്ചി എന്ത് പണിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ടാണോ ചോദിച്ചേ? അങ്ങനെ ഞാൻ ചെയ്യോ? പിന്നെ അല്ലേ, ഇത് കാര്യം എന്താന്ന് അറിയണ്ടേ? ആനന്ദ സാറിന് അങ്ങനെ കുമാരിയായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് ആ വളയുടെ കാര്യം. അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ വള കുമാരിക്ക് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് അവളുടെ. അച്ഛനോ? നീ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച വളയിൽ ഒന്നാണത്. അല്ലാതെ അനന്ത സാറ് വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല. ഇനിയിപ്പോഴേ ഈ അനന്ത സാറിന്റെയും കുമാരിയുടെയും വളക്കഥ വേറെ എവിടെയും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ സംശയമൊക്കെ തീർന്നില്ലേ നിന്റെ? ശരി. അതെ ചേച്ചി, പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. കഴിഞ്ഞില്ലേ? അതല്ല, കുമാരി ചേച്ചിയുടെ കയ്യിൽ കിടക്കുന്ന വള അച്ഛൻ വാങ്ങിക്കൊടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.